അങ്ങനെ നമ്മൾ വെല്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുമ്പോഴാണ് താണ്ട് മഹി ആൻറ്റീൻ്റെ ബ്രദർ ഫാമിലി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ബാംഗ്ലൂരിലോട്ട് പോകാൻ പോവാം. ഇവിടെ നിന്ന് ഏകദേശം 6 മണിക്കൂറുണ്ട്. പോകുന്ന വഴി ഞാൻ കാര്യങ്ങൾ പറയാം. ശരി, ബൈ ബൈ ബൈ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 290 കിലോമീറ്റേഴ്സ് ഉണ്ട്. 5 മണിക്കൂർ 6 മണിക്കൂറാണ് കാണിക്കുന്നത്. ട്രാഫിക് ഇല്ലെങ്കിൽ രക്ഷ കിട്ടു. ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ സ്ലോ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്, അതിന് നിൽക്കും. അങ്ങനെ മഹി ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോവാണ്. നല്ല ഒരു പീസ്ഫുൾ ഏരിയ. അങ്ങനെ ഒരു റഷില്ല, ഇതില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഹോണടി ഇതുവരെ കേട്ടിട്ടില്ല. ഹോണടി ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെനിക്ക് സമ്മതിച്ച് കൊടുത്താലേ പറ്റത്തുള്ളൂ. നല്ല റോഡാണ്. നമ്മുടെ അവിടെ ഞാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ആയിരുന്നു ചാട്ടം. ഇപ്പം കണ്ടോ, സിറ്റി ഏരിയ എന്നേ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ ഇത് വലിയ ഏകദേശം ഒരു ഗ്രാമീണ നിറഞ്ഞ ഏരിയയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് വെല്ലൂരി കയറിയിട്ട് ഹൈവേ എടുക്കാനുണ്ട്. പക്ഷെ നമ്മൾ വെല്ലൂരി കയറുന്നില്ല. വെല്ലൂരി കയറാതെ വേറെ വഴി കൂടെ പോയിട്ട് ഹൈവേ എടുത്താൽ മതി എന്നാണ് അണ്ണൻ പറഞ്ഞത്. കാരണം വെല്ലൂരി പോയി കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ടാവും, അവിടെ പിന്നെ സ്ലോ ആവും. അതിൻ്റെ പകരം വേറൊരു വഴിയുണ്ട്, ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. രണ്ട് വെല്ലൂർ 20 കിലോമീറ്റേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നു ടു റൈറ്റ്. അങ്ങനെ നമ്മൾ NHലോട്ട് കയറി. ഇനി ഇവിടുന്ന് പെട്രോൾ അടിക്കണം. ഇവിടെ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടോ? ഇതിനകത്ത് ഇവിടെ എവിടെയോ ഒരു പെട്രോൾ പമ്പ് കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ പെട്രോൾ പമ്പ് ഇല്ലേ? കുറച്ചങ്ങോട്ട് പോയിട്ട് പെട്രോൾ അടിക്കാം. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി ഫുൾ ടാങ്ക് അടിക്കണം. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചു. ഫുൾ ടാങ്ക് അടിച്ചില്ലേ? നോക്കട്ടെ, ഫുള്ളായില്ലേ? ഫുള്ളായിരുന്നു. ഫുൾ ടാങ്ക് ആക്കി. ഫുൾ ടാങ്ക് അടിക്കുന്നത് വണ്ടിക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഫുൾ ടാങ്ക് അല്ലേ, അങ്ങ് തുളുമ്പി വരുന്ന അത്രയും ഞാൻ അടിക്കാറില്ല. ഞാൻ ഇച്ചിരി എയർ വിട്ടിട്ട് എപ്പോഴും നിറയ്ക്കാൻ പറയത്തുള്ളൂ. അവർ പറയും ഒന്ന് വണ്ടി നേരെയാക്കി ഫുള്ളാക്കാന്ന്. അത് വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വണ്ടിക്ക് അത് അഴുക്കാം, അങ്ങ് നിറച്ചങ്ങ് മണ്ടക്കോട്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട്, അപ്പോൾ ഒരു എയർ ബബിൾ അതിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കും, ഒരു കുറച്ച് എയർ അതിനകത്ത് വന്നിരിക്കും. അപ്പോൾ പെട്രോൾ അങ്ങ് ഫുള്ളാക്കി ഇവരങ്ങ് തുളുമ്പി അങ്ങ് അറ്റത്തെത്തും. അപ്പോൾ നമ്മളൊന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ എയർ വന്നിട്ട് ബാലൻസ്ഡ് ആയിക്കോളും. അങ്ങ് മണ്ട വരെ അങ്ങ് നിറഞ്ഞിരിക്കത്തില്ല. എപ്പോഴും ഫ്യൂവൽ ടാങ്കിനകത്ത് ഇച്ചിരി എയർ ഉണ്ടായിരിക്കണം. നല്ല റോഡല്ലേ, ഒരു ടയർഡ്നെസ് വരത്തില്ല. കാരണം മൊത്തവും പച്ചപ്പും റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളും, നല്ല ഫീല്.
ഇവിടെ കൂടെ പോകാനേ ഒരു സുഖമുണ്ട്. അങ്ങനെ നമ്മൾ ബത്തലപ്പള്ളി വഴി പോയിക്കൊണ്ട്, ബത്തലപ്പള്ളി അങ്ങനെ കണ്ട സ്ഥലത്തിൻ്റെ പേര് ബത്തലപ്പള്ളി. അപ്പോൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുക. ചുറ്റിനും മൗണ്ടൻസും ഫീൽഡുമാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ചുറ്റിനും മൗണ്ടൻസാണ്. ഇവിടെ നല്ല ചൂടില്ല, തണുപ്പാകാൻ തുടങ്ങി. ഇപ്പോൾ ഇച്ചിരി തണുപ്പായിട്ടുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. ചുറ്റിനും മലകളാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അങ്ങനെ എല്ലാ ഹെയർ പിൻ വളവും കഴിഞ്ഞ് നമ്മൾ വേണ്ട ഇപ്പോൾ മണ്ടയ്ക്ക് കയറി. അതുകൊണ്ട് നല്ല ഭംഗി. ഓക്കെ, അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മളിപ്പോൾ ബത്തലപ്പള്ളി കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലോട്ട് കയറാൻ പോവാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ റൈഡിനകത്ത് ആന്ധ്രാപ്രദേശ് കയറി ഇറങ്ങുന്ന. നമ്മൾ ഈ നേരെ റോഡ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലോട്ട് ഇപ്പം കയറി ഇറങ്ങാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിൽ നമ്മളങ്ങനെ കയറി ഗൈസ്. ആണ്ട് മൊത്തം കുരങ്ങന്മാർ. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ട് കയറി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ റൈഡിനകത്ത് ആന്ധ്രാപ്രദേശ് ഉണ്ടാവുമെന്ന്. പക്ഷെ നമ്മൾ മൊത്തമായിട്ട് കയറുന്നില്ല, ആകെ ബോർഡർ ടു ബോർഡർ. ഇപ്പം നമ്മൾ കയറി, ഇപ്പം നമ്മൾ ഇറങ്ങുകയും ചെയ്യും. നമ്മളങ്ങനെ ഇവിടെ ഏതൊരു ബേക്കറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അവിടുന്ന് ഞാനൊന്നും കഴിച്ചില്ല. കാരണം ഒന്ന്, എല്ലാ ഭക്ഷണത്തിൻ്റെയും മണ്ടയ്ക്ക് ഈച്ചകളായിരുന്നു. ഈച്ചയില്ലാത്ത ഒരു ഭക്ഷണമില്ലായിരുന്നു. പാക്കറ്റ് ഫുഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും മണ്ടയ്ക്ക് ഈച്ചകളായിരുന്നു. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറി ഇറങ്ങി. ഇപ്പോൾ നമ്മൾ കർണാടകയിലോട്ട് കയറാൻ പോവാണ്. അയ്യോ, ഞാൻ അതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിപ്പോയി. ഞാൻ വിചാരിച്ചില്ല ആന്ധ്രാപ്രദേശിൽ കയറി ഇറങ്ങുമെന്ന്. ഉള്ളിലോട്ട് പോയില്ല, ജസ്റ്റ് എന്നാലും കയറി ഇറങ്ങിയല്ലോ. അതും എന്നെ സംബന്ധിച്ച് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അതും.
ഗൈസ്, ഞാൻ അങ്ങനെ ഓഫ് റോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 20 മിനിറ്റ് ആയിട്ട് ലഡാക്കിൽ പോകുന്ന അതേ അവസ്ഥ. നല്ല റോഡായിരിക്കണേ ഇനി. ഒയ് 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 അയ്യോ, അമ്മേ ഹമ്പ്. ഇതെവിടൊക്കെ എന്തൊക്കെ ആ എൻ്റെ പൊന്നോ, ഏകദേശം 500 മീറ്റർ കൂടുതൽ അങ്ങാണ്ട് മൊത്തം ഓഫ് റോഡിങ് ആയിരുന്നു. മൊത്തം കുണ്ടും കുഴിയും ഇത് മെറ്റലും ഇട്ട് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. മെറ്റലും ചെളിയും കല്ലും മണ്ണും. അയ്യോ, മനുഷ്യൻ്റെ ഊപ്പാട് വന്നേ. ഇത്രയും നേരത്തെ റൈഡിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ആ ഒരു 500 600 മീറ്റർ ആയിരുന്നു പണി തന്നത്. നല്ല റോഡ് കേട്ടോ. ആ കുണ്ടും കുഴിഞ്ഞത് ഇവിടെ വന്നപ്പോഴത്തേക്കും കോമ്പൻസേറ്റ് ചെയ്തു. ഇതെവിടെയാ സ്ഥലമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് റോഡ് കണ്ടോ, നല്ല റോഡാ. കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ആ കുണ്ടും കുഴിയും കാണാൻ ബാക്ക് മൊത്തം പോയി. കുറച്ച് നേരം ഇവിടെ നിന്ന് ഒന്ന് ശരിയായി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മളൊരു 1 മിനിറ്റ് 2 മിനിറ്റ് അവിടെ വേറെ ഒന്ന് അങ്ങനെ നമ്മളെ റെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പിന്നെയും പോയി. കാരണം മഴക്കാറ് വരാൻ തുടങ്ങി. മഴയായി കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി പ്രോബ്ലം വരും, പിന്നെ ലേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് മഴ വരുന്ന മുമ്പേ നമുക്ക് വീട്ടിൽ കയറണം. തണുപ്പുണ്ട് കേട്ടോ ബാംഗ്ലൂരിൽ. ഇവിടെ ഇത് ബാംഗ്ലൂരിൽ കയറിയില്ല, കർണാടകയിൽ. ഇവിടെ തണുപ്പുണ്ട് ആവശ്യത്തിന് ചൂടും ആവശ്യത്തിന് തണുപ്പും. ഒരു നോർമൽ ക്ലൈമറ്റ് ഇവിടെ. നല്ല രസമുണ്ട്. ബാംഗ്ലൂരിൻ്റെ അടുത്തോട്ട് എത്താൻ തുടങ്ങി. അപ്പോഴേ മഴക്കാറ് വന്നു. കണ്ട, മൊത്തം കറുത്തിരിക്കുക. തണുപ്പുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട്. നമ്മൾ 2 ദിവസമല്ല, കേരളത്തിലും ചൂടായിരുന്നു. നമ്മൾ ഇവിടെ തമിഴ്നാട്ടിലെത്തിയപ്പോഴും ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ചൂടുണ്ടെന്നേ പറയാൻ പറ്റത്തില്ല, തണുപ്പാണ് മൊത്തത്തിൽ. അങ്ങനെ
ബാംഗ്ലൂരിൽ കയറാൻ കുറച്ച് ഡിസ്റ്റൻസും കൂടെ ബാക്കി നിൽക്കുമ്പോൾ ഇതാണ്ട് മഴ ചാറാൻ തുടങ്ങി. നമുക്ക് പെട്ടെന്ന് റെയിൻകോട്ട് എടുത്തിടാം. അപ്പോൾ ഇനിയുള്ള വിഷ്വൽസ് ഞാൻ ചിലപ്പോൾ മിക്കവാറും റൂമിലെത്തിയിട്ടായിരിക്കും എടുക്കുന്നത്. കാരണം ഞാൻ ക്യാമറ അകത്ത് വെക്കാൻ പോവാ. ഓക്കെ, വെയിറ്റ്. യെസ്, റെയിൻകോട്ട് എടുത്തു. അപ്പോൾ ഓക്കെ, ബൈ. വെൽക്കം ടു ഹൈടെക് ഡിഫൻസ് പാർക്ക് ഓഫ് ആസ്ട്രോസ്പേസ് സെക്ടറോ ആസ്ട്രോസ്പേസ് സെക്ടർ. അതിൻ്റെ കീഴിൽ കൂടെയൊക്കെയാണോ എന്നെ കൊണ്ടുപോകുന്നത്? പിന്നെ ഇവിടെ നിന്ന് എത്രയുണ്ട്? 1:16. എല്ലാവർക്കും ബാംഗ്ലൂരിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. ഇപ്പോൾ നമ്മൾ NH44 പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു തിരക്കാന്നറിയാവോ? എത്ര മണിക്ക് ഇറങ്ങിയതാ ഞാൻ? ഇപ്പം താണ്ട് 5:44. തിരക്കുണ്ടോ? ബാംഗ്ലൂർ ലൈഫ് ഗൈസ്, ബാംഗ്ലൂർ ലൈഫിലത്തെ തിരക്കാ. കൊച്ചിയിൽ പോലും ഇമ്മാതിരി തിരക്കില്ല, പക്ഷെ ബാംഗ്ലൂരിലുണ്ട്. ഇതാണ് ട്രാഫിക്ക്, ഇതാണ് യഥാർത്ഥ ട്രാഫിക്ക്. വെറുതെ ഇനി കൊച്ചി പോയി ട്രാഫിക്കാണ് മറ്റേടത്ത് ട്രാഫിക്കാന്നൊന്നും പറയരുത്. ഇതാണ് ട്രാഫിക്, ഇതാകണമടാ ട്രാഫിക്. ഇവരാരെയാണ് ഈ ഹോൺ അടിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതാണ് ഇവർ തന്നെ ഹോൺ അടിക്കുന്നത്. അതറിയാവോ? കാരണം ഫ്രണ്ടിലത്തെ വണ്ടി അനങ്ങുന്ന പോലും ഇല്ല, പക്ഷെ ഹോണടി മാത്രമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇങ്ങോട്ടൊരു കുഞ്ഞു പോലും ഇല്ലേ? അയ്യോ, താഴെ ഉണ്ട് കേട്ടോ ട്രാഫിക്ക്. ഇതെന്തുവാ അത്രയും നേരം ഒരു ട്രാഫിക്കിൽ ഞാൻ ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു വണ്ടി പോലും ഇല്ല. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ടോ വീട്ടിലെത്താൻ? 38 മിനിറ്റും കൂടെ ഉണ്ട്. 9 കിലോമീറ്റർ. ബാംഗ്ലൂർ ട്രാഫിക് സോ മച്ച്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹൈവേ ഉണ്ട്, അത്രയും ട്രാക്കുകൾ, എന്നിട്ടും എടുക്കാത്ത ട്രാഫിക്കാണ്. അത് ഓരോരോ പാർട്ടിലോട്ട് പോകുന്നു. ബാംഗ്ലൂർ സിറ്റിയിലോട്ട് പോകാൻ ട്രാഫിക്കുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോകാനും ട്രാഫിക്കുണ്ട്. അയ്യോ,
റോഡിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ സൺസെറ്റ്. അങ്ങനെ റോഡിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ സൺസെറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റൂമിൽ കയറി എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ 6 മണിയായി കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. രാവിലെ 10 മണിക്ക് വിട്ട ആൾക്കാർ ഇപ്പോൾ 5, 6, 7 മണിക്കൂർ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇവിടെ എത്തിയത്. 10 മണിയോ അല്ല 9:30 എങ്ങാണ്ട് ഇറങ്ങിയതാ, 10 അല്ല. അയ്യോ അയ്യോ. അങ്ങനെ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു, 6:04 എത്ര മണിക്ക് ഇറങ്ങിയതാ നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ? പ്രത്യേകിച്ച് ട്രാഫിക്, അതാണ് ശരിക്കും ഊറ്റിയെടുത്തത്. ട്രാഫിക്കും പിന്നെ നമ്മൾ കയറി വന്ന വഴി, ഏത് വഴി കൂടെയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ മാപ്പ്, എല്ലാം കൂടെ ചേർന്ന് ഒരു പരിപ്പ് ഇളക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് എല്ലാത്തിനെക്കാട്ടും നല്ല പാട്. അതൊന്ന് ഇത് ഇവിടെ എങ്ങോട്ടാ ഇത് എവിടുന്നാ എങ്ങോട്ടാ എന്നൊന്നും വഴി ഒരു ഐഡിയ ഇല്ലാതെ വഴി കിടക്കുന്നത്. ഒരു ഊഹത്തിൽ അങ്ങ് വണ്ടി എടുത്ത് പോകുന്നു, അത്രേ ഉള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂർ വേണ്ട എനിക്കൊരു കുട്ടി കസിനെയും കൂടെ കിട്ടി. ഹായ് പറഞ്ഞേ, ഹായ് പറ ഇങ്ങനെ കൈ ഹായ് ഹായ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്.